ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കാരണങ്ങൾ നമ്മൾ മെയിൻ സംഭവങ്ങളിലൊന്നാണ് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് വീട് ഒരു വർഷമോ 2 വർഷമോ കഴിയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ, അതായത് വീടിൻ്റെ മൊത്തം ഒരു സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ വരുന്നതായിട്ടും, ഇനി അതുമാത്രമല്ല വീടിൻ്റെ ഏരിയ മൊത്തം കട്ട വിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലോക്കോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും പല ഏരിയകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലംബിങ്ങിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, 4 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സൈഡിൽ ബാത്റൂം വരുന്ന ഏരിയ ഉണ്ട്. അതായത് കുഴി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കോമൺ ഏരിയയിലായിരിക്കും, ഒരു എൻഡിലായിരിക്കും നമ്മൾ കുഴി കൊടുക്കുന്നത്, സെപ്റ്റി ടാങ്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ 2 സൈഡിലേക്കായിരിക്കും ബാത്റൂമുകൾ വരുന്നത്. ഈ 2 സൈഡിലേക്ക് ബാത്റൂം വരുന്ന സമയത്ത് 2 സൈഡിലും എയർ കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. 2 സൈഡിലും എയർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ബാത്റൂമിൽ നിന്നും ഔട്ട്ലെറ്റ് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുന്നത് ഇതുപോലെ ഡോർ എൽബോ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അത് കട്ടയുടെ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കട്ട വിരിച്ചാൽ അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഹൈറ്റിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, കുറച്ച് നീറ്റ്നെസ് കുറവായിരിക്കുമെന്ന്. പക്ഷേ നമുക്ക് നീറ്റ്നെസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റി ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ കട്ട മൊത്തം പൊളിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഏറ്റവും നല്ലത് ഇതേപോലെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ പുറത്തേക്ക്, അതായത് ഈ എൽബോ പുറത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ബാത്റൂമുകളിലെല്ലാം തന്നെ ഔട്ട് വരേണ്ടത്. അപ്പോൾ ഇതുപോലെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ബ്ലോക്ക് വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഡോറ് കണ്ടോ, ആ ഡോറ് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാം. ഇനി ഡോറ് അഴിച്ചെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ക്ലോസറ്റിൻ്റെ അകത്തു നിന്നാണ്, അതായത് ബാത്റൂമിൻ്റെ അകത്തു നിന്നാണോ ബ്ലോക്ക് വരുന്നത്, അത് പൈപ്പ് ലൈനിലാണോ ബ്ലോക്ക് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഏത് സ്ഥലത്തു നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ചിലപ്പോൾ ക്ലോസറ്റ് അഴിച്ച് നോക്കേണ്ടി വരും. ഇനി അതെല്ലാം ബാത്റൂമിൻ്റെ മൊത്തം ലൈൻ വരെ ചെക്ക് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഫിറ്റിങ്സ്, അതായത് ഡോർ എൽബോ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഡോർ എൽബോ കൊടുത്ത് നിങ്ങൾ ചെയ്താലും ലൈൻ ട്രാപ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് നമുക്ക് കപ്ലിങ്, അതായത് ഡോർ കപ്ലർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ മാൻഹോൾ സിസ്റ്റം പോലെ ഡോർ കപ്ലർ ഉപയോഗിച്ചാലും നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മാൻഹോളിൻ്റെ ഒരു ഏരിയ കൊടുക്കുക, ആ ഡോർ കപ്ലർ ഉപയോഗിക്കുക. ഇതുപോലെ തന്നെ അതിൻ്റെ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് കറക്റ്റ് സ്ഥലം, ഏത് സ്ഥലത്താണ് ബ്ലോക്ക് എന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ബ്ലോക്ക് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ബ്ലോക്ക് വരും എന്ന രീതിയിൽ തന്നെ ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം വേറൊന്നുമല്ല, പല വീടുകളും നമ്മൾ ചെയ്യുന്ന സമയത്ത് മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളായിരിക്കും, ചില സ്ഥലങ്ങളിൽ മണ്ണ് ഫില്ല് ചെയ്ത സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് മഴ പെയ്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങുന്ന സമയത്ത് മണ്ണ് താഴോട്ടിരിക്കുന്ന സമയത്ത് പൈപ്പിൻ്റെ അടിയിൽ നമ്മൾ പാക്കിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും, കല്ല് കാര്യങ്ങളൊക്കെ വെച്ച് പാക്കിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ മണ്ണിൻ്റെ ലെവലിൽ പൈപ്പുകളെല്ലാം താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും വാട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ പൊട്ടാനും ഈ പറയുന്ന സെപ്റ്റിക്കിൻ്റെ, അതായത് നമ്മൾ വാട്ടർ ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ സെപ്റ്റിക്കിൻ്റെ ഈ 4 ഇഞ്ച് പൈപ്പിൻ്റെ സ്ലോപ്പ് കാര്യങ്ങൾ, അതായത് കുഴിയിലേക്ക് പോകുന്ന സ്ലോപ്പ് കാര്യങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിലായിരിക്കും കംപ്ലീറ്റ് വേസ്റ്റ് ഒന്ന് അടിഞ്ഞ് കിടക്കുക. അപ്പോൾ ഈ 4 ഇഞ്ച് പൈപ്പ് ഫില്ലാവുന്ന കാലം വരെ നമ്മളത് അറിയില്ല. 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിത് അറിയാൻ പോകുന്നത് ബ്ലോക്കാണെന്ന്, പിന്നീടായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എയറിൻ്റെ സിസ്റ്റം മസ്റ്റായിട്ട് കൊടുക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് മാൻഹോൾ സിസ്റ്റം കൊടുക്കുക. ബാത്റൂമിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഡോറിൻ്റെ സിസ്റ്റം കൊടുക്കുക, അതായത് ഡോർ എൽബോ കൊടുത്ത് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, 2 സൈഡിൽ എൻഡിൽ ബാത്റൂം വരുന്നതിന് അവിടെ എയർ കൊടുത്തിട്ട് വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വേണം എയർ കൊടുത്ത് കളയാനായിട്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലെവലിൽ നമ്മൾ ഷെഡിൻ്റെയൊക്കെ താഴ്ത്താൻ നിർത്തുന്നതെങ്കിൽ എല്ലാ ജനൽ വഴിയായിട്ടും എക്സോസ്റ്റിൻ്റെയൊക്കെ ഏരിയ വഴിയായിട്ടും വീടിൻ്റെ മൊത്തം അകത്ത് സെപ്റ്റിക്കിൻ്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് തന്നെ എയർ കൊടുത്ത് കളയുക. അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഏരിയകളെല്ലാം തന്നെ നമുക്ക് ഡോർ എൽബോ ഉപയോഗിക്കുക. അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് എവിടത്താണ് ബ്ലോക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് കൂടി ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.